ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് സീസണാണ്. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ എല്ലാ വീട്ടിലും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഡെക്കറേഷൻസ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പം ക്രിസ്മസിന് മുമ്പേ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങൾ ഒന്ന് നോക്കാനായിട്ട് ലുലുവിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സാന്റാക്ലോസിൻ്റെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തതാണ്. ഞാനും ജോണി സാഞ്ചേട്ടനുമായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പ്രത്യേക വിങ്, ഈ ക്രിസ്മസ് ഡെക്കോസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു വിങ് ഉണ്ടായിരുന്നു. എല്ലാ വർഷവും അവിടെ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് സാധാരണ ഞാൻ സാധനങ്ങളൊക്കെ മേടിക്കാറ്. ഇപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എല്ലാ വർഷവും ഞാനിങ്ങനെ വെച്ചാൽ തികയാത്തത് മാത്രമേ എനിക്ക് എക്സ്ട്രാ മേടിച്ചാൽ മതി. അങ്ങനെ എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വേണ്ടായിരുന്നു. ഒരു റെത്ത് മാത്രം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് മേടിക്കാനായിട്ട് പിന്നെ ഇതൊന്ന് കാണുകയും കൂടെ ചെയ്യണമായിരുന്നു. പുതിയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ കാണാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. ഈ സാധനം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന് 10,000-15,000 രൂപ എങ്ങാണ്ടൊക്കെ വിലയാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് ബോൾസും ഇതിൻ്റെയൊക്കെ റേറ്റൊക്കെ ഒന്ന് നോക്കിയതാണ്. അപ്പം ട്രീ ഞാൻ നേരത്തെ ഇവിടുന്ന് തന്നെയാണ് മേടിച്ചിട്ടുള്ളത് 2 വർഷം മുന്നേ. പക്ഷെ അത് നല്ല ട്രീ ആയിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇങ്ങനത്തെ ഈ ക്രിസ്മസ് ഡെക്കോ സാധനങ്ങളെല്ലാം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അപ്പം നമുക്ക് ഓരോ വർഷവും പുതിയത് ഇങ്ങനെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും നോക്കുവാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനെല്ലാം 1,500 രൂപയൊക്കെയാണ് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് ഞാനൊരു റെത്താണ് മേടിച്ചത്. ഈ റെത്താണ് കേട്ടോ ഞാൻ മേടിച്ചത്. ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്നു, എന്നാലും എനിക്ക് ഒരെണ്ണം കൂടെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ച കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ട്രീ എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള ട്രീ. ഇത് ഞാൻ ആ ലുലുന്ന് തന്നെയാണ് മേടിച്ചത്. 2 വർഷം മുന്നേ മേടിച്ചതാണ് കേട്ടോ. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ലാഭത്തിന് കിട്ടിയതാണ്. 15,000 രൂപയുടെ ട്രീ സെയിലിൽ എനിക്ക് 6,000 രൂപയ്ക്ക് കിട്ടി. ഒരൊറ്റ പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം തന്നെ ഞാൻ മേടിച്ചതാട്ടോ. ഇതൊരു 7 ഫീറ്റ് ഒക്കെ ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ഇത് ട്രീ സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇങ്ങനെ എന്താ പറയുന്നത്, അതിങ്ങനെ ഒന്നിൻ്റെ മേൽ ഒന്നായിട്ട് ഇങ്ങനെ വെക്കാനായിട്ട് പാടാം. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന ആളുടെ അടുത്ത് പറഞ്ഞിട്ട് പുള്ളി അതവിടെ സെറ്റ് ചെയ്തു തന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് എൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം. ഞാനിത് ഇതുപോലെ എല്ലാം ഇങ്ങനെ പേപ്പറിൽ ഇത് കണ്ടോ, ഇത് ക്ലിങ് റാപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കവർ ചെയ്ത് അത് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് എന്നിട്ട് അതിലെല്ലാം അതിൻ്റെതായ പേരുകളും കൂടെ എഴുതി വെച്ചേക്കും കേട്ടോ. അപ്പോഴും നമുക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരെണ്ണം നോക്കാനായിട്ട് എല്ലാം കൂടെ എന്താ പറയുന്നത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഓരോന്ന് ബോൾസിൻ്റെ സ്മോൾ ബോൾസ് ഉണ്ടാവും, ബിഗ് ബോൾസ് ഉണ്ടാവും, മീഡിയം ബോൾസ് ഉണ്ടാവും. അതെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ജോന കുട്ടിയും കൂടെ വന്നിരുന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. പക്ഷേ അവൾക്കധികം ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ അവൾക്ക് FA3 എക്സാം തുടങ്ങി കേട്ടോ. FA3 എക്സാം തുടങ്ങുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് പനിയും കൂടെ വന്നു. അപ്പോൾ പിന്നെ അവൾ പിന്നെ വന്നില്ല. പിന്നെ എല്ലാം ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ചെറിയ ട്രീയും ഞാൻ ലുലുന്ന് തന്നെ മേടിച്ചതാണ്. ഇത് എൻ്റെ റെയിൻഡിയറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ റെയിൻഡിയറിനെ. അതും ഞാൻ 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻ സാധനങ്ങളാണ്. അപ്പോൾ പുള്ളി ഹെൽപ്പ് ചെയ്യാൻ വന്ന ആള് ട്രീ ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് തന്നിട്ട് പോയി. ഇനി അതിൽ നമ്മൾ ഡെക്കറേഷൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ക്രിസ്മസിനൊന്നും അങ്ങനെ ഡെക്കറേഷനും ക്രിസ്മസ് ആഘോഷിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പുള്ളി നമുക്ക് സ്റ്റാർ ഇടണം, സ്റ്റാറിൻ്റെ കൂടെ ട്രീ ഒക്കെ ഇങ്ങനെ മേടിച്ചു വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ അതും കൂടി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു ഇതൊക്കെ കൂടെ ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട്. കാരണം ഇത് ചെയ്യാനല്ല മടി. ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ട് ഇത് 2 ഡെക്കോർ ദിവ്യ ഡാനിയുടെയും ഇക്രൂൻ്റെയും പേർക്ക് ചെയ്ത് കൊടുത്തു വിട്ടതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഇത് പിന്നെ എടുത്തു വെക്കുന്ന കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അതിൻ്റെ മടി കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഇത് ചെയ്യാതിരിക്കുന്നത്. ഇപ്പം നമ്മൾ ട്രീ 2 പേരും കൂടെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഇട്ട് ട്രീ സെറ്റ് ചെയ്തു കേട്ടോ. ഇത് കണ്ടോ, ഇതും ദിവ്യ കൊടുത്തു വിട്ടതാണ്. അത്
പപ്പ അമ്മ ദിവ്യ എന്നും പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെക്കോർ. ഇത് കണ്ടോ, ഇത് ഇതാണ് ഡാനിയുടെ ഇക്രുവിൻ്റെയും ഫോട്ടോ ഇതിൽ വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അവരുടെ ഫോട്ടോയുടെ പ്രിന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് വെക്കാതിരുന്നത്. അപ്പോൾ പിന്നെ ഇതാണ് ചെയ്യുന്നത്. എപ്പോഴും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അറ്റം പിടിച്ച് ഇങ്ങനെ കംപ്ലീറ്റ് ഡെക്കറേഷനിലോട്ട് പോകും. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. കഴിഞ്ഞ വർഷമാണേൽ എനിക്ക് ഡെങ്കു ഫീവർ ആയിരുന്നു. അതുകൊണ്ട് ക്രിസ്മസ് ഒരു ഡെക്കറേഷനും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് ശരിക്കും ആഘോഷിച്ചത് പോലും ഇല്ല. കാരണം ഡെങ്കു ഫീവറായിട്ട് ഞാൻ 12 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഈ ക്രിസ്മസ് സമയത്തായിരുന്നു എനിക്ക് ഡെങ്കു ഫീവർ. എന്നിട്ട് അതുകൊണ്ട് അത് ആഘോഷിച്ചതേ ഇല്ല. അപ്പോൾ ഇപ്പോഴും ഈ ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ തലേദിവസം രാത്രി എല്ലാം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തു. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതിന് മുമ്പേ സീരിയൽ ബൾബ് ഇടണം. ഞാൻ എല്ലാ പ്രാവശ്യവും വിചാരിക്കും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോകും. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഇതുപോലെ കംപ്ലീറ്റ് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ സീരിയൽ ബൾബ്. അപ്പൊ ഭയങ്കര പാടാണ്, ഇരട്ടിപ്പണിയാണ് ഇതിങ്ങനെ കംപ്ലീറ്റ് ചുറ്റിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലും തമാശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ എന്നിട്ട് അത് ഡെക്കറേറ്റ് വേറെ സീരിയൽ ബൾബ് ഇട്ടു കേട്ടോ. അപ്പോഴേ ജോന് പറഞ്ഞു, ആൻറ്റി വൈറ്റ് ഇടണ്ട, വാം ലൈറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വൈറ്റ് ആയിരിക്കും ഭംഗി എന്ന് പറഞ്ഞു. വൈറ്റ് കംപ്ലീറ്റ് അത് കംപ്ലീറ്റ് ആ ട്രീ കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അതിനൊരു എടുപ്പില്ല. അപ്പം രാവിലെ വന്നിട്ട് അതെല്ലാം മാറ്റിയിട്ട് അടുത്ത് വാം ലൈറ്റ് സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇരട്ടിപ്പണി ചെയ്യാൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ, വേറെ ആരെങ്കിലും. എളുപ്പപ്പണിയും ഞാൻ തന്നെ എല്ലാം കണ്ടുപിടിച്ച് ചെയ്യുകയും ചെയ്യും, ഇരട്ടിപ്പണിയും ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്യും. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഇത് കുറച്ച് നല്ല നീളമുള്ള ഇതായിരുന്നു കേട്ടോ, സീരിയൽ സെറ്റായിരുന്നു. അപ്പോൾ അത് ഫുൾ ഇങ്ങനെ ചുറ്റി ഇടുവാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിട്ട് ഡെക്കറേഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചെറിയ ഇത് വലിയ വീഡിയോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ പഴയ ചാനൽ കണ്ടുകൊണ്ടിരുന്നവർ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം എനിക്ക് ആ പഴയ ചാനൽ ഇല്ല, ഇത് പുതിയ ചാനലാണ്. അപ്പം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയതായിട്ട് വരുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.